നമ്മുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്പീക്കർക്ക് നിഷ്പക്ഷനായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ചോദ്യം. സ്പീക്കറുടെ ചുമതല എന്താ? സഭ നടത്തിക്കൊണ്ട് പോവുക. സ്പീക്കർക്ക് ഗവൺമെൻറ് കാര്യങ്ങൾ നടത്തണമെന്നുള്ളത് ബാധ്യതയുണ്ട്. അതിന് തടസ്സം വരാൻ പാടില്ല എന്ന് അത് സ്പീക്കറുടെ ഒരു ചുമതലയാണ്. ഒന്നും ചെയ്യാതെ ഇത് ഗവർണർ ഇങ്ങനെ രാജ്ഭവനിൽ ഈ ബില്ല് സൂക്ഷിച്ചാൽ അതിനെ നമ്മൾ എങ്ങനെ കാണണം? അത് വാസ്തവത്തിലൊരു സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുക. ഈ കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടി അല്ലാത്ത പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഗവർണേഴ്സ് അനുവർത്തിച്ച് വരുന്നൊരു നയം ഇതാണ്. അപ്പോൾ ഇങ്ങനൊരു കാര്യം അത് തികച്ചും ജനാധിപത്യ വിരുദ്ധമല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ഈ ജനാധിപത്യ വ്യവസ്ഥിതിക്ക് കോട്ടം വരുന്ന, ക്ഷീണം വരുന്ന, അതിനെ ദുർബലമാക്കുന്ന ചില ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. സഭ കൂടുന്നുണ്ടാവും, പക്ഷേ ഉത്തരവാദിത്തമുള്ള മന്ത്രിമാർ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇതിൽ പങ്കെടുക്കാൻ വിമുഖത കാണിക്കും. സ്തുതിപാഠകന്മാരിൽ നിന്ന് എനിക്കൊന്നും കിട്ടത്തില്ല. യഥാർത്ഥ ചിത്രം കിട്ടുന്നത് ഇവിടുന്നാണ്. അതുകൊണ്ട് അവർ പറയുന്നത് ഞാൻ കേൾക്കും. അവർക്ക് സമയം കൂട്ടിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട ആളാണ് നെഹ്റു. പ്രതിപക്ഷമുക്ത ഭാരത് എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങളായി കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോഴേ. ആരെയാണ് ഒരു മാതൃകാ സ്പീക്കർ എന്ന് പറയാൻ കഴിയുക? അതിനെക്കുറിച്ച് പെട്ടെന്നൊരു മറുപടി പറയാൻ പ്രയാസമാണ്. നിയമസഭയുടെ കാര്യത്തിൽ പറയാം, ഗവർണർ കൂടി ഉൾപ്പെടുന്നതാണ് നിയമസഭ. അതുകൊണ്ട് തന്നെ നിയമസഭ ഏകകണ്ഠമായി ഒരു ബില്ല് പാസ്സാക്കിയാൽ പോലും ഗവർണർ കൂടി അനുമതി നൽകിയാലേ അത് നിയമമാകൂ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഭരണഘടനാ വ്യവസ്ഥ. പലപ്പോഴും സംഭവിക്കുന്നത്, നിയമസഭ ബില്ല് പാസ്സാക്കുന്നു, ഗവർണറുടെ അനുമതിക്കായി അയക്കുന്നു, ഗവർണർ അനുമതി നൽകുന്നില്ല. ഗവർണർ ഒന്നിൽ അനുമതി നൽകാം, നൽകാതിരിക്കാം, അല്ലെങ്കിൽ കേന്ദ്രത്തിന് അയക്കാം. 3 ഓപ്ഷനാണ് ഞാൻ കാണുന്നത്. ഒന്നും ചെയ്യാതെ ഇത് ഗവർണർ ഇങ്ങനെ രാജ്ഭവനിൽ ഈ ബില്ല് സൂക്ഷിച്ചാൽ അതിനെ നമ്മൾ എങ്ങനെ കാണണം? അത് വാസ്തവത്തിലൊരു സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുക. ഇത് ഇപ്പോൾ ഇതൊരു പാറ്റേൺ ഉണ്ട് ഇതിൽ. അതായത് ഈ കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടി അല്ലാത്ത പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഗവർണേഴ്സ് അനുവർത്തിച്ച് വരുന്നൊരു നയം ഇതാണ്. അതായത് ബില്ലിൻ്റെ പുറത്ത് കയറിയിരിക്കുക. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്. അത് ശരിയല്ല. ശരിയാണ്, ഞാൻ വായിച്ചിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് തെറ്റാണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ 4 ഓപ്ഷൻസ് പറയുന്നുണ്ട്. 1 അസെൻറ്റ് കൊടുക്കുക, 2 കൊടുക്കാതിരിക്കുക, 3 ഈ അസംബ്ലിയിലേക്ക് തിരിച്ചു വിടുക, റീകൺസിഡറേഷൻ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ ബാധ്യസ്ഥനായി അതിൽ അസെൻറ്റ് കൊടുക്കാൻ. അസംബ്ലി തിരിച്ച് അത് പാസ്സാക്കി വിട്ട് കഴിഞ്ഞാൽ, ഒരു അമെൻമെൻറ്റും വരുത്താതെ പാസ്സാക്കി ഗവർണർക്ക് വിട്ട് കഴിഞ്ഞാൽ അയാൾ കൊടുത്തിരിക്കണം. ഹി ഷാൽ നോട്ട് വിത്ത്ഹോൾഡ് അസെൻറ്റ് എന്നാണ് പറയുന്നത്. പിന്നുള്ളത് പ്രസിഡൻറ്റിന് വിട്ടുകൊടുക്കുക. അതും ഗവർണറുടെ ഒരു ഡിസ്ക്രിപ്ഷനായിട്ടാണ് പറയുന്നത്. അതിൽ പക്ഷേ നമ്മൾ ഭരണഘടന നോക്കിക്കഴിഞ്ഞാൽ 200 ആർട്ടിക്കിൾ 200 നോക്കിക്കഴിഞ്ഞാൽ 2 മറ്റാണെന്ന് തോന്നുന്നു അതിന് ക്ലോസ്. അത് പറയുന്നത് ഹൈക്കോടതിയുടെ അധികാരങ്ങളെ കവർന്നെടുക്കുന്ന, അത് സബ്സ്റ്റാൻഷ്യലി നശിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ബില്ലാണെങ്കിൽ അത് ഗവർണറുടെ പ്രസിഡൻറ്റിൻ്റെ അപ്രൂവലിന് വിട്ടേ പറ്റുള്ളൂ. ഇറ്റ്സ് മാൻഡേറ്ററി. അതല്ലാതെ വേറെ ഒന്നും അവിടെ പറയുന്നില്ല. അത് സാധാരണ കേന്ദ്ര നിയമങ്ങളുമായി എന്തെങ്കിലും പിന്നെ ഈ കൺകറൻസിൽ വരുന്ന സബ്ജക്ട്സിലാണ് ഈ ഒരു പ്രശ്നം ഉള്ളത്. അപ്പോൾ അതിപ്പോൾ റിപ്പഗ്നൻസിയുടെ പ്രശ്നം വരും. പക്ഷേ റിപ്പഗ്നൻസിയുടെ പ്രശ്നം തീരുമാനിക്കുന്നത് ഗവർണറല്ല. റിപ്പഗ്നൻസിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറയുന്നത് അത് കോടതിയാണ്. അതൊരു ജുഡീഷ്യൽ ഡിസിഷൻ വരേണ്ട കാര്യമാണ്, അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ അല്ലത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗവർണർക്ക് അത് പ്രസിഡൻറ്റിന് അയക്കാം എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ സകല ബില്ലുകളും അയക്കും, ഒരു റെസ്ട്രിക്ഷനും എങ്ങും ഇല്ല. ഭരണഘടനയിൽ പറയുന്നത് ഗവർണർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ, ബോധ്യമാണെങ്കിൽ അയക്കുക എന്നുള്ളതാണ്. സുപ്രീം കോടതി ഏതോ ഒരു കേസ്, ഞാൻ ഓർക്കുന്നില്ല കേസ് ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, എന്തോ ഞാൻ ഒരിടത്ത് വായിച്ചതാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അത് ഗവർണറുടെ ഒരു ഡിസ്ക്രിപ്ഷനാണ്. ഈ വെദർ ടു സെൻഡ് ഇറ്റ് ടു ദ പ്രസിഡൻറ്റ് ഓർ നോട്ട്, ഇറ്റ് ഈസ് ഹിസ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കോടതി ഇടപെടില്ല എന്നൊക്കെയുള്ള ധ്വനികളാണ് അതിനകത്തുള്ളത്. അപ്പോൾ അതിൽ ആ പൊസിഷനൊക്കെ മാറിയേ പറ്റുള്ളൂ. കാരണം ഗവർണറുടെ നടപടികൾ കോടതി പരിശോധിക്കില്ല എന്ന് പറയുന്നത് ഗവർണറെ ഒരു വല്ലാത്ത അധികാരങ്ങൾ കൊടുത്ത് നിർത്തിയിരിക്കുന്ന ഒരാളായിട്ട് മാറ്റുമത്.
കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റ് പ്രൊവിഷൻസൊന്നും അർത്ഥമില്ല. അതായത് നമ്മൾ ഈ ചർച്ച തുടങ്ങിയത് തന്നെ ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അതെ. അപ്പോൾ ഇങ്ങനൊരു കാര്യം അത് തികച്ചും ജനാധിപത്യ വിരുദ്ധമല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് തന്നെയല്ല, നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്കീമിനെതിരാണത്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്കീം എന്ന് പറഞ്ഞാൽ ഗവർണർ എന്ന് പറഞ്ഞാൽ ഹി ഹാസ് നോ എക്സിക്യൂട്ടീവ് പവർ എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് സ്കീം. അംബേദ്കറൊക്കെ എത്രയോ പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. തന്നെ അന്ന് സുപ്രീം കോടതി തന്നെ ഷംഷേർ സിംഗ് മുതൽ ഇങ്ങോട്ടുള്ള കേസുകളെല്ലാം തന്നെ, അതായത് ദബാം റേബിയ വരെ വേണം, ഗവർണറുടെ അധികാരത്തിൽ നിയന്ത്രണങ്ങൾ വേണമെന്നൊക്കെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വാദം ഉയർന്നു വന്നപ്പോൾ അംബേദ്കർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഗവർണർക്ക് ഒരു അധികാരമില്ല. ഹി ഹാസ് നോ പവേഴ്സ്. എന്നാ പറഞ്ഞത്? ഹി ഹാസ് നോ പവേഴ്സ്, ഹി ഹാസ് നോ ഫങ്ഷൻസ് ടു പെർഫോം ഓൺ ഹിസ് ഓൺ ഇൻഡിപെൻഡൻ്റ്ലി എന്നുള്ളൊരു പൊസിഷനാണ്. അത് സുപ്രീം കോടതി അതെല്ലാം അപ്ഹോൾഡ് ചെയ്തിട്ടുണ്ട്, റിയേറ്ററേറ്റ് ചെയ്തിട്ടുണ്ട്. ഷംഷേർ സിംഗിന് മുമ്പുള്ള ഒരു കേസിലാണ്, അത് ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അതിലാണ് ഗവർണർ ഹാസ് ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞു വെച്ചത്. പക്ഷേ അതെല്ലാം ഓവർ റൂൾ ചെയ്ത് പിന്നീട് വന്ന കേസുകളിൽ നബാം റേബിയ എല്ലാ കേസിലൊക്കെ അത് റിയേറ്ററേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് പൊസിഷൻ. അപ്പോൾ നമ്മുടെ ഈ ജനാധിപത്യ വ്യവസ്ഥിതിക്ക് കോട്ടം വരുന്ന, ക്ഷീണം വരുന്ന, അതിനെ ദുർബലമാക്കുന്ന ചില ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇപ്പോൾ ഗവർണർ ആവശ്യമില്ലാതെ അവരുടെ ആ ലിമിറ്റിൽ നിൽക്കാതെ അതിനപ്പുറത്ത് ഗവർണർ ക്രോസസ് ദ ലൈൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ജനാധിപത്യ ധ്വംസനമാണത്. അതാണ് കാരണം ആ സിസ്റ്റത്തിൻ്റെ ബാലൻസ് തെറ്റിപ്പോകുന്നു അവിടെ. അതാണ് സംഭവിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതി, ആ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം, അതാണല്ലോ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റമാണ്. ആ സിസ്റ്റം ദുർബലപ്പെടുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ പല നിയമസഭകളും സമ്മേളിക്കാറുള്ളൂ. അത് 100 ദിവസമെങ്കിലും സമ്മേളിക്കേണ്ടതെന്നൊക്കെ പല ഘട്ടത്തിലും നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. സ്പീക്കർമാരുടെ സമ്മേളനത്തിലൊക്കെ അത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് നടക്കുന്നില്ല. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 60-65 ദിവസമൊക്കെയാണ് ആവറേജ്. ലോക്സഭയിൽ എത്രയാണ് അതിൻ്റെ? ലോക്സഭയിൽ 85 ആയിരുന്നു. പണ്ട് 120 ഒക്കെ ഉണ്ടായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. പക്ഷെ പിന്നീട് അത് ക്രമേണ കുറഞ്ഞ് ഈ ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങളെന്ന് പറഞ്ഞതുപോലെ അതിങ്ങനെ വന്നിപ്പം ഏകദേശം ഇപ്പം 65-70 ഒക്കെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അതിലും കുറയാം. അത് വാസം പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ സഭയുടെ ഈ സെഷൻ്റെ കാലാവധി എന്ന് പറയുന്നത്, ഡ്യൂറേഷൻ ഓഫ് ദ സെഷൻ, അത് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഗവൺമെൻറ്റിന് ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇതിനെ ശക്തിപ്പെടുത്താൻ താല്പര്യമില്ല, അങ്ങനെ പോകും എന്നുള്ള ഒരു രീതി. അതുകൊണ്ടാണ് അതേസമയത്ത് സഭയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ സിസ്റ്റത്തിലെ ഏറ്റവും പിവട്ടലായിട്ടുള്ള ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിനെ ശക്തിപ്പെടുത്തണമെന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, അതിനെക്കുറിച്ചുള്ളൊരു ബോധ്യം, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സഭ, അല്ലെങ്കിൽ സഭ ഒരു ന്യൂസൻസ് ആണെന്ന് കരുതി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. നമ്മുടെ പിന്നെ വ്യവസ്ഥിതി പൊളിഞ്ഞു പോവുകയല്ലാതെ പിന്നെ വേറെ എന്താ നടക്കുന്നത്. ഇതോടൊപ്പം പറയേണ്ട ഒരു വിഷയമാണ്, സഭ കൂടുന്നുണ്ടാകും, പക്ഷേ ഉത്തരവാദിത്തമുള്ള മന്ത്രിമാർ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇതിൽ പങ്കെടുക്കാൻ വിമുഖത കാണിക്കുന്നു. മറ്റത് മുമ്പൊക്കെ പണ്ട് ജവഹർലാൽ നെഹ്റുവൊക്കെ ലോക്സഭ കൂടുന്ന സമയത്ത് നിർബന്ധമായതിനകത്ത് കാണും. തീർച്ചയായിട്ടും അദ്ദേഹം വിദേശ യാത്രകൾ പോലും ആ സമയത്ത് നടത്താറില്ലായിരുന്നു. നെഹ്റുവിനെ കുറിച്ച് പറയുന്നത്, നെഹ്റു മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ചോദ്യോത്തര വേളയിൽ അവിടെ ഉണ്ടാവും. അദ്ദേഹം പലപ്പോഴും ഇൻ്റർവ്യൂ ചെയ്യും. അതായത് മന്ത്രിമാർ റിപ്ലൈ പറയുമ്പോൾ ആ റിപ്ലൈ ഒന്നുകിൽ ഇൻകംപ്ലീറ്റ് ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റായ ഇൻഫർമേഷൻ ആയിരിക്കാം. ആ അവസരങ്ങളെല്ലാം അദ്ദേഹം എണീറ്റ് നിന്ന് അത് കറക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് ചെയ്യുകയോ ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന് അങ്ങനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കൺവിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സഭയ്ക്ക് മുമ്പിൽ കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി അബ്സല്യൂട്ട്ലി കറക്റ്റ്, അൺക്വസ്റ്റനബിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളൊരു കൺവിക്ഷൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പോൾ ആ സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അതിൻ്റെ ഭാഗമാണത്. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് അങ്ങനെ എപ്പോഴും വന്ന് അവിടെ ഇരിക്കേണ്ട കാര്യം സമയം കിട്ടത്തില്ല. പക്ഷേ അദ്ദേഹം അവിടെ വരുമായിരുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷങ്ങളുടെ പ്രസംഗങ്ങൾ അദ്ദേഹം വളരെ ശ്രദ്ധിക്കുമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, എനിക്ക്
ഈ രാജ്യത്തിൽ നടക്കുന്നത് എന്താണെന്നുള്ളതിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ ഇവർ പറയുന്നവരോട് അറിയണം. അതിനെ അറിയാൻ പറ്റുള്ളൂ. അല്ലാത്തൊരു കൈയടിക്കുക മാത്രമല്ലേ ഉള്ളൂ. സ്തുതി പറയുക, സ്തുതി പാടുക. സ്തുതി പാഠകന്മാരിൽ നിന്ന് എനിക്കൊന്നും കിട്ടത്തില്ല. യഥാർത്ഥ ചിത്രം കിട്ടുന്നത് ഇവിടുന്നാണ്. അതുകൊണ്ട് അവർ പറയുന്നത് ഞാൻ കേൾക്കും. അവർക്ക് സമയം കൂട്ടിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട ആളാണ് നെഹ്റു. കാരണം പ്രതിപക്ഷങ്ങൾ വളരെ ചുരുങ്ങിയതായിരുന്നല്ലോ. പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ടല്ലോ, അതില്ലെങ്കിൽ ജനാധിപത്യം ഇല്ല. അതാണ് ഇപ്പം പ്രതിപക്ഷമുക്ത ഭാരത് എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങളായി കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോഴേ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തിന് അപകടമാണ്. അത് ജനാധിപത്യ വിരുദ്ധമായൊരു നിലപാടാണത്. അതാരെടുത്താലും. സഭയെ നിയന്ത്രിക്കുന്ന സ്പീക്കർ നമ്മുടെ സിസ്റ്റത്തിൽ എപ്പോഴും ഭരണകക്ഷിയുടെ ഒരാളായിരിക്കും. സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് സ്പീക്കറായിട്ട് വരിക. അതിനുശേഷം അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. അപ്പോൾ ആ നിലയ്ക്ക് ഒരു സ്പീക്കർക്ക് എത്രത്തോളം നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ സാധിക്കും. ഈ സിസ്റ്റം ഉണ്ടായത് UK ഇംഗ്ലണ്ടിൽ മേയർ എന്ന് പറഞ്ഞൊരു ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഈ MP-മാരുടെ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ചെന്ന് ഈ മഹാരാജാവിനോടൊക്കെ പറയുന്നത് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിനെയാണ് അവർ നിയോഗിച്ചത്. മുഴുവൻ പേര് ഞാൻ ഓർക്കുന്നില്ല. MERE എന്ന് പറഞ്ഞ അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹം MP-മാരുടെ കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് പറഞ്ഞ് രാജാവ് കുപിതനായി ഇദ്ദേഹത്തിനെ പിടിച്ച് ജയിലിലിട്ടു. പിന്നെ ആ രാജാവ് മരിച്ചതിന് ശേഷമാണ് പിന്നീട് ഈ സിസ്റ്റമൊക്കെ മാറി. അങ്ങനെയാണ് സ്പീക്കർ എന്നുള്ള ഒരു പൊസിഷൻ ഉണ്ടായത്. അപ്പോൾ സ്പീക്കർ എന്നുള്ള ആ ഒരു ഒഫീഷ്യൽ പൊസിഷൻ വരുന്നതിന് മുമ്പുള്ള ഒരവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം സ്പീക്കർ എന്ന് പറഞ്ഞാൽ ദ മാൻ ഹൂ സ്പീക്സ് ഫോർ ദ ഹൗസ്, ഫോർ ദി മെമ്പേഴ്സ്, ടു ദ കിങ്. അതായിരുന്നല്ലോ ആദ്യത്തെ എൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. ഇവരുടെ കാര്യങ്ങൾ ചെന്ന് രാജാവിനോട് പറയുന്ന സ്പീക്കർ, മാൻ ഹൂ സ്പീക്സ് ടു ദ കിങ് ഓൺ ബിഹാഫ് ഓഫ് ദി മെമ്പേഴ്സ് എന്നുള്ളതായിരുന്നു സ്പീക്കർ എന്നുള്ള ഒറിജിനൽ അതിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ സ്പീക്കർ സഭയ്ക്ക് വേണ്ടി എന്നുള്ളതാണ്. സഭയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു റൂളിംഗ് പാർട്ടിക്ക് വേണ്ടി എന്നുള്ളതല്ല, സഭയ്ക്ക് വേണ്ടി. ഈ ചാൾസ് ഒന്നാമൻ പറഞ്ഞൊരു രാജാവുണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ. വളരെ മോശം അഭിപ്രായം ഉണ്ടാക്കിയ ഒരു രാജാവാണ്. വളരെ ടാരൻ്റായ ഒരാൾ. പാർലമെൻറ്റുമായിട്ട് എന്നും മത്സരവും എന്നും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഇദ്ദേഹം ഒരിക്കലും ഈ ഹൗസ് ഓഫ് കോമൺസിൽ ചെന്ന് കയറി അംഗരക്ഷകന്മാരുമായിട്ട് ചെന്ന് കയറി 4 MP-മാരെ അറസ്റ്റ് ചെയ്യാനാണ് പുള്ളി അവിടെ ചെന്നത്. സെഡീഷൻ്റെ കേസാണ്. അപ്പോൾ അവിടെ ചെന്ന് കയറി. അപ്പോൾ സ്പീക്കർ ഉടനെ തന്നെ ഇരിപ്പിടം ഒഴിഞ്ഞ് ഇയാൾ കയറി അവിടെ ഇരുന്ന് വെച്ച് സ്പീക്കറോട് പറഞ്ഞു അവരെ വിട്ടു തരിക എന്ന് പറഞ്ഞു. ഈ 4 MP-മാരെ പേര് കൊടുത്തേച്ച് ഇവർ എൻ്റെ മുമ്പിൽ ഹാജരാക്കാൻ പറഞ്ഞു. അപ്പോൾ സ്പീക്കർ ഈ മുട്ടുകുത്തി പറഞ്ഞു, മഹാരാജാവേ, ഇത് എനിക്ക് ചെവിയോ നാക്കോ ഒന്നുമില്ല. എൻ്റെ ചെവിയും നാക്കും ഈ സഭയാണ്. ഇവർ പറയുന്നത് പോലെ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് അങ്ങയുടെ ഈ അഭിലാഷം പൂർത്തീകരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. രാജാവ് എന്തോ ചെയ്യും? ഒന്നുകിൽ സ്പീക്കറെ കൊല്ലണം. ഇതേ രാജാവ് തന്നെ ചീഫ് ജസ്റ്റിസിനെ വിളിച്ച് വരുത്തി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതെ, അദ്ദേഹത്തിൻ്റെ പണി അതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് കിട്ടി പാർലമെൻറ്റിൽ നിന്ന് തന്നെ. 1649 ഏതാണ്ട് ഒരു വർഷത്തിലാണത് ഈ രാജാവിനെ കൊന്നുകളഞ്ഞു പാർലമെൻറ്റിൻ്റെ സൈന്യം ഇയാളെ കീഴ്പ്പെടുത്തി. വളരെ രസകരമായ ചരിത്രമാണത്. ഈ ചാൾസ് ഫസ്റ്റ് എന്ന് പറയുന്ന രാജാവിനെ ഇയാളെ തൂക്കിലിട്ടു. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അപ്പം പാർലമെൻറ്റ് അത്ര മോശമൊന്നും സ്പീക്കറുടെ കാര്യം അവിടെ ബ്രിട്ടനിലൊരു പതിവ് കൺവെൻഷൻ അനുസരിച്ച് സ്പീക്കർ ഇലക്ഷന് നിൽക്കുമ്പോൾ അദ്ദേഹത്തെ മറ്റു പാർട്ടികൾ എതിർക്കാറില്ല എന്ന് ഞാൻ അങ്ങനൊരു കീഴ്വഴക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇതെല്ലാം ഒരു എക്സ്പെരിമെൻ്റ് ആണല്ലോ. ഇപ്പോൾ ഡെമോക്രസി തന്നെ ഒരു എക്സ്പെരിമെൻ്റാണ്, ഒരു പരീക്ഷണമാണ്. അപ്പോൾ അവരിങ്ങനെ
പല പരീക്ഷണങ്ങളിൽ കൂടിയാണല്ലോ അവർ കടന്നു വന്നത്. അവരുടെ ഇന്ന് സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു പെർഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്നതുകൊണ്ടാണ്. ഒരുപാട് അനുഭവങ്ങളിലൂടെ നൂറ്റാണ്ടുകളായ അവരുടെ ഈ സംഘർഷം, ഈ രാജാവുമായിട്ടുള്ള സംഘർഷത്തിലൂടെയാണല്ലോ അവർ വളർന്നു വന്നത്. അപ്പോൾ ഈ സ്പീക്കർ ഇംപാർഷ്യലായിരിക്കണമെന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാന സങ്കല്പമാണ്. സ്പീക്കർ ഇംപാർഷ്യൽ അല്ലെങ്കിൽ സഭയ്ക്ക് അർത്ഥമില്ല. അപ്പം എല്ലാവർക്കും സ്വാതന്ത്ര്യം, സഭയിൽ സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ അത് നടപ്പിലാക്കേണ്ടത് സ്പീക്കറാണ്. സ്പീക്കർ ഈ റൂളിംഗ് പാർട്ടിക്ക് മാത്രമേ ഞാനത് അനുവദിച്ച് കൊടുക്കൂ എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ സ്പീക്കർ ഹാസ് ടു ബി ഇംപാർഷ്യൽ. അതാണ് ആ സിസ്റ്റത്തിൻ്റെ ഒരു റിക്വയർമെൻ്റ്. അതാണ്, അങ്ങനെയാണ് ആ സിസ്റ്റം വളർന്നു വന്നത്. പക്ഷേ സ്പീക്കർ അബ്സല്യൂട്ട്ലി ഇംപാർഷ്യലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ സ്പീക്കർ ഇംപാർഷ്യലായിരിക്കണം എന്നുള്ളൊരു സങ്കല്പത്തിലാണ് എൻ്റെ ചോദ്യം. നമ്മുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്പീക്കർക്ക് നിഷ്പക്ഷനായി പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം. സ്പീക്കറുടെ ചുമതല എന്താ? സഭ നടത്തിക്കൊണ്ട് പോവുക. സ്പീക്കർക്ക് ഗവൺമെൻറ് കാര്യങ്ങൾ നടത്തണമെന്നുള്ളത് ബാധ്യതയുണ്ട്. അതിന് തടസ്സം വരാൻ പാടില്ല എന്ന് അത് സ്പീക്കറുടെ ഒരു ചുമതലയാണ്. ടു സീ ദാറ്റ് ദ ഗവൺമെൻറ് ബിസിനസ് ഈസ് കംപ്ലീറ്റഡ് എന്നുള്ളത്. ഗവൺമെൻറ് അങ്ങനെ ഭംഗം വരാൻ, കാരണം ഒരു സഭ വിളിച്ചു കൂട്ടുന്നത് ഗവൺമെൻറ്റാണ്. സഭ വിളിച്ചു കൂട്ടുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബിസിനസ്സിൻ്റെയാണ്, അല്ല പ്രൈവറ്റ് ബിസിനസ്സിന് വേണ്ടി മാത്രമല്ല സഭ കൂടുന്നത്. അപ്പോൾ ബേസിക് ഫങ്ഷൻ, അതിൻ്റെ ബേസിക്കായിട്ടുള്ള ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ബിസിനസ് ട്രാൻസാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഗവൺമെൻറ് ബിസിനസ് ട്രാൻസാക്ട് ചെയ്യുന്നതിന് സ്പീക്കർ തടസ്സമായിട്ട് നിൽക്കാൻ പറ്റില്ല, അത് സഹായിച്ചേ പറ്റുള്ളൂ. ഹി ഹാസ് ടു ഫെസിലിറ്റേറ്റ് ഇറ്റ്. പക്ഷേ അത് അറ്റ് ദ സെയിം ടൈം സ്പീക്കർ ഇംപാർഷ്യലായിട്ട് പ്രവർത്തിക്കണം മറ്റാളുകളോട് തന്നെ. അവർക്ക് സമയം കൊടുക്കുക, അവരുടെ റിക്വയർമെൻറ്റ്സ്, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. ഇങ്ങനെ രണ്ടും കൂടി സമന്വയിപ്പിച്ച് പോകുന്ന ഒരാളാണ് സ്പീക്കർ എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ കസ്റ്റോഡിയൻ ഓഫ് ദ ഹൗസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ നമ്മൾ പറയുന്നത് കസ്റ്റോഡിയൻ ഓഫ് ദ ഹൗസ്, കസ്റ്റോഡിയൻ ഓഫ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഹൗസ്, ഇൻട്രസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ കാരണം അതാണ്. ഇത് രണ്ടിനെയും കൂടെ സമന്വയിപ്പിച്ചാണ്. സ്പീക്കർ ഗവൺമെൻറ്റിനെ ഇഗ്നോർ ചെയ്തിട്ട് കാര്യങ്ങൾ നടത്തണമെന്ന് ആരും പറയുന്നില്ല. പക്ഷേ സ്പീക്കർ അവരെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു പ്രവർത്തനമാണ്, ഒരു വർക്കാണ് സ്പീക്കർ ചെയ്യുന്നത്. അങ്ങനെ അതാണ് സ്പീക്കർ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ സിസ്റ്റം ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ താങ്കളുടെ അനുഭവത്തിൽ 8-10 സ്പീക്കർമാരെ വളരെ അടുത്ത് സെക്രട്ടറി ജനറൽ എന്നുള്ള നിലയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആരെയാണ് ഒരു മാതൃകാ സ്പീക്കർ എന്ന് പറയാൻ കഴിയുക? നമ്മൾ അതിനെക്കുറിച്ച് പെട്ടെന്നൊരു മറുപടി പറയാൻ പ്രയാസമാണ്. ഇതിൽ നമ്മളിപ്പം വളരെ ഒബ്ജക്റ്റീവായിട്ട് ആണ് ഞാൻ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഒരു സ്പീക്കറെ നമ്മൾ ആ രീതിയിലാണ്. എല്ലാ സ്പീക്കർമാർക്കും അവരുടേതായ ആംഗിൾസ് ഉണ്ട്. പൊളിറ്റിക്കൽ ആംഗിൾ, അവരുടേതായ പ്രശ്നങ്ങളുമുണ്ട്, അവരുടേതായ അപൂർണതകളുമുണ്ട്. ഇതൊക്കെയുള്ള ആളുകളാണ് അവരൊക്കെ. സോമനാഥ് ചാറ്റർജി എന്ന് പറയുന്ന സ്പീക്കർ, അദ്ദേഹം പാർലമെൻ്ററി സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം അറിയാവുന്ന ഒരാൾ. ഒരു സ്പീക്കറുടെ ചുമതല എന്തായിരിക്കണം എന്നൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത്, അവിടെ ഏറ്റവും വലിയ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ BJP ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ടായിരുന്നു അവരുമായിട്ട്. അപ്പോൾ അദ്ദേഹം അവർക്ക് അരോചകമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റുകളൊക്കെ പാസ്സാക്കുമായിരുന്നു സ്പീക്കർ. അത് അവർക്ക് വലിയ പ്രശ്നമുണ്ടായി. അപ്പം സഭ അലങ്കോലപ്പെടും. അവരുടൻ സഭയുടെ വെളിയിലേക്ക് ഇറങ്ങും, നടുക്കളത്തിലേക്ക് ഇറങ്ങും, ബഹളം ഉണ്ടാക്കും, സഭ പിരിയും. ഇങ്ങനെ കുറച്ച് ദിവസം ആയിക്കഴിഞ്ഞപ്പോൾ ഒരു മീറ്റിംഗ് നടത്തി സ്പീക്കറുടെ ചേംബറിൽ. അപ്പം LK അഡ്വാണിയാണ് ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ അന്ന്. അപ്പോൾ സ്പീക്കർ ചോദിച്ചു, വാട്ട് ക്യാൻ ബി ഡൺ? അഡ്വാണി പറഞ്ഞത്, മിസ്റ്റർ സ്പീക്കർ, ഇഫ് യു സ്പീക്ക് ലെസ് there will be less trouble in the house. അങ്ങ് കുറച്ച് മാത്രം സംസാരിക്കാമെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞു. The problem is that you are speaking more than the members. ഇങ്ങനെ അപ്പോൾ പിന്നെ സ്പീക്കർ, അദ്ദേഹത്തിന് വളരെ ഇമോഷണലായ ഒരാളാണ് സ്പീക്കർ സോമനാഥ് ചാറ്റർജി. അപ്പോൾ അദ്ദേഹം അത് പെട്ടെന്ന് ഫീൽ ചെയ്തു. അപ്പോൾ പറഞ്ഞു, ഓക്കെ, ഐ വിൽ കീപ് ക്വയറ്റ്, വാട്ട് എൽസ് എന്ന് പറഞ്ഞ്
പിന്നെ അങ്ങനെ അത് ആ മീറ്റിംഗ് അവസാനിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഇമോഷണൽ അപ്രോച്ച് ഉണ്ടായിരുന്നു ഈ കാര്യത്തിൽ. അപ്പോൾ ഒരു സ്പീക്കർ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ ഈ ഇംപാർഷ്യാലിറ്റി, ഒബ്ജക്റ്റിവിറ്റി ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ ആ ഒരു ഇമോഷണൽ കണ്ടൻറ് ഒന്ന് മാറ്റി വയ്ക്കണം. അത് പാടില്ല. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, നമ്മുടെ കേരളത്തിൽ നിന്നുള്ളൊരു എം പിയെ ആ എം പിയോട് സ്പീക്കർ സോമനാഥ് ചാറ്റർജി എന്തോ മോശമായിട്ട് പെരുമാറി കാരണം പിന്നെ അദ്ദേഹം പിന്നെ ഈ ചാറ്റർജി സ്പീക്കറായിരിക്കുന്ന കാലത്തോളം പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുകയോ അങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞു. അതെ, അത് പേര് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒക്കെയുള്ള ഒരു അപ്രോച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതേസമയത്ത് ഓരോ സ്പീക്കർക്കും അവരുടേതായ അപൂർണതകളുണ്ടായിരുന്നു. അതാണ്. അപ്പോൾ അവർ റൂളിംഗ് പാർട്ടിയുടെ ഒരാളാണ്, റൂളിംഗ് പാർട്ടിയെ സഹായിക്കണം, അത് ചിലപ്പോൾ വഴിവിട്ട് സഹായിച്ചു കളയും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ രാജ്യത്ത് ഇവോൾവ് ചെയ്ത നമ്മൾ ഇങ്ങനെ പരീക്ഷിച്ച് കൊണ്ടുവന്ന ഈ സിസ്റ്റത്തിൻ്റെ ഒരു അപൂർണതയാണത്. സ്പീക്കറെ ആ രീതിയിൽ നമുക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. അത് ഭാവിയിൽ എന്തെങ്ങനെയായി തീരുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നല്ല കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കാൻ ഇരിക്കണം. കാരണം ഈ സമന്വയിപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണത്. രണ്ട് കൂട്ടരുടെയും താല്പര്യങ്ങളെ സമന്വയിപ്പിച്ച് പോവുക എന്നുള്ളത്, അവിടെയാണ് സ്പീക്കറുടെ സ്കില്ലെന്ന് പറയുന്നത്. സ്പീക്കർ ഗവൺമെൻറ്റിനെ തള്ളിപ്പറഞ്ഞ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിസോൺ ചെയ്യേണ്ട കാര്യമൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഗവൺമെൻറ് ബിസിനസ് നടത്താൻ സ്പീക്കർ ബാധ്യസ്ഥനാണ്, അത് ഫെസിലിറ്റേറ്റ് ചെയ്യണം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഹി ഷുഡ് ടേക്ക് കെയർ ഓഫ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി അതർ സൈഡ്. അവർക്ക് തോന്നരുത് സ്പീക്കർ നമുക്കെതിരാണ് അല്ലെങ്കിൽ സ്പീക്കർ നമ്മളെ അനുവദിക്കുന്നില്ല എന്നുള്ളത്. അത് തോന്നിക്കഴിഞ്ഞാൽ തീർന്നു. പിന്നെ ആ സഭ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒരു സ്പീക്കർക്ക് നമ്മളൊരു സ്പീക്കർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കാത്തതിൻ്റെ ഒരു കാരണം, സ്പീക്കറായി വരുന്നവർ പലപ്പോഴും അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ആ അധികാരം വിനിയോഗിക്കാനും അസർട്ട് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ട് വരും. അത് നമ്മൾ വളരെ കറക്റ്റായ ഒരു ഒബ്സർവേഷനാണത്. ബേസ്ഡ് ഓൺ ഫാക്ട്സ്. പലപ്പോഴും ഈ സ്റ്റേറ്റുകളിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. അത് മനഃപൂർവ്വമാണോ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെയുള്ള ഒരാളിനെ പിടിച്ച് സ്പീക്കറാക്കും. അദ്ദേഹത്തിന് ഇഫക്റ്റീവായിട്ടൊന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥ വരും. ചെയ്യാൻ പറ്റില്ല, കാരണം ആ ഒരു പൊസിഷനിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ളൊരു സമന്വയം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രക്രിയ നടന്നില്ലെങ്കിൽ പിന്നെ സഭ പിന്നെ നടക്കില്ല. പ്രതിപക്ഷത്തിൻ്റെയും കോൺഫിഡൻസും ബഹുമാനവും ഒക്കെ ആർജിക്കാനും പ്രയാസം വരും. ആ ക്രെഡിബിലിറ്റി പോകും. ക്രെഡിബിലിറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു.